ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിന്റ് ആണ്. ഇതിന്റെ ഐസോമെട്രിക് വ്യൂ ആണ്. അതിന്റെ ഒരു ക്വാർട്ടർ സെക്ഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ അതിൽ വരയ്ക്കേണ്ടതെന്ന് പറയുന്നത് ടോപ്പ് ഹാഫ് സെക്ഷൻ എലിവേഷനും ബോട്ടം ഹാഫ് സെക്ഷൻ പ്ലാനുമാണ് വരയ്ക്കേണ്ടത്. ടോപ്പ് ഹാഫ് സെക്ഷൻ എലിവേഷനും ബോട്ടം ഹാഫ് സെക്ഷൻ പ്ലാനും. ഇത് ഐസോമെട്രിക് വ്യൂ തന്നിട്ടുണ്ടാവും. ഇതൊരു ക്വാർട്ടർ ജോയിന്റ് ആണ്. ക്വാർട്ടർ ജോയിന്റിന്റെ ഒരു ഐസോമെട്രിക് വ്യൂ സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിന്റിന്റെ ഐസോമെട്രിക് വ്യൂ തന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് രണ്ട് വ്യൂസ് വരയ്ക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിന്റ് എന്ന് പറയുന്ന ഒരു ക്വാർട്ടർ ജോയിന്റ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് ഷാഫ്റ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് റൊട്ടേഷൻ അല്ലാത്ത പവർ ട്രാൻസ്മിഷൻ നടക്കുന്ന അല്ലെങ്കിൽ ആക്സിയലോ കംപ്രസീവോ ആയിട്ടുള്ള ലോഡ് വിസ്റ്റാൻഡ് ചെയ്യുന്ന ജോയിന്റ് ആണ് ഈ ക്വാർട്ടർ ജോയിന്റ് എന്ന് പറയുന്നത്. ഒരു ഡിറ്റാച്ചബിൾ ടൈപ്പ് ഓഫ് ജോയിന്റ് ആണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ഡിസസംബിൾ ചെയ്ത് എടുക്കാൻ പറ്റും. ടോർഷണൽ ലോഡ് നമുക്ക് ഒരിക്കലും ഇതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഈ ആക്സിയൽ ഡയറക്ഷനുള്ള ടെൻസൈലോ അല്ലെങ്കിൽ കംപ്രസീവോ വരുന്ന ആക്സിയൽ ലോഡ്സ് മാത്രം വിസ്റ്റാൻഡ് ചെയ്യുന്ന ജോയിന്റ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സർക്കുലർ സെക്ഷനുള്ള രണ്ട് ഷാഫ്റ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വാർട്ടർ ജോയിന്റ് ഉപയോഗിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈ ഐറ്റം ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റോഡ് എൻഡ് ഉണ്ട്, സ്ലീവ് ഉണ്ട്, ക്വാർട്ടർ ഉണ്ട്. ഈ മൂന്ന് പാർട്ടാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ റോഡ് എൻഡ് എന്ന് പറയുന്നത് രണ്ട് ഷാഫ്റ്റിന്റെ എൻഡിനാണ് റോഡ് എൻഡ് എന്ന് പറയുന്നത്. ആ ഷാഫ്റ്റിന്റെ എൻഡ് പോർഷനാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു റോഡ് എൻഡ് ഉണ്ട്, ഇപ്പുറ സൈഡിൽ ഒരു റോഡ് എൻഡ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് റോഡ് എൻഡാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഈ രണ്ട് സർക്കുലർ ഷാഫ്റ്റുകളെയാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്കും ഈ റോഡ് എൻഡ് ഉണ്ട്, രണ്ട് റോഡ് എൻഡ് പീസ് ഉണ്ട്. പിന്നെയുള്ളത് സ്ലീവ് ആണ്. ഈ പുറത്ത് കാണുന്നതാണ് സ്ലീവ്. പിന്നെ ക്വാർട്ടർ എന്ന് പറയുന്നത് ഈ രണ്ട് ടേപ്പേർഡ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ക്വാർട്ടർ എന്ന് പറയുന്നത്. ഈ ഐറ്റം അല്ലെങ്കിൽ ഈ ടേപ്പേർഡിന്റെ ടേപ്പർനെസ് 1/24 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ക്വാർട്ടർ, ഒരു സ്ലീവ്, രണ്ട് റോഡ് എൻഡ്, ഇത്രയാണ് ഇതിനകത്തുള്ള പാർട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐറ്റംസ് എന്ന് പറയുന്ന ഈ മൂന്ന് ഐറ്റമാണുള്ളത്. നമ്മൾ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് നോക്കുക. ഇത് രണ്ട് റോഡ് എൻഡും ജോയിൻ ചെയ്ത് വെക്കും, അടുത്തടുത്ത് കൊണ്ടുവച്ചിട്ട് അതിന്റെ പുറത്ത് ഒരു സ്ലീവ് ഇടും. സ്ലീവ് എന്ന് കാണിച്ചിരിക്കുന്ന ഈ പുറത്തുള്ള പീസിനെയാണ് സ്ലീവ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് റോഡ് എൻഡും ഒരേ പ്ലേസിൽ ജോയിൻ ചെയ്ത് വെച്ചിട്ട് അതിന്റെ പുറത്ത് സ്ലീവ് ഇട്ടതിന് ശേഷം ഈ രണ്ട് ക്വാർട്ടർ പിന്നും ഇൻസേർട്ട് ചെയ്യും. അപ്പോഴാണ് ഇത് ജോയിന്റ് ആവുന്നത്. ഈ ക്വാർട്ടർ പിൻ ഇൻസേർട്ട് ചെയ്യാനുള്ള പോർഷനാണ് നമ്മൾ ഓപ്പൺ ആയിട്ട് ഹോൾ ഡ്രിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ റെക്ടാങ്കുലർ സെക്ഷനിൽ ഡ്രിൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. ആ ഹോളിലൂടെ ആണ് നമ്മൾ ഈ ക്വാർട്ടർ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ലീവിനകത്തുള്ള ഹോളും ഈ റോഡ് എൻഡിലും ഉള്ള ഹോളും സെയിം പൊസിഷനിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഇൻസേർട്ട് ചെയ്യും. അങ്ങനെ വേണം നമ്മളിത് അസംബ്ലി ചെയ്യാൻ. അങ്ങനെയാണ് നമുക്ക് ഈ അസംബ്ലി കിട്ടുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ള സമയത്ത് ടേപ്പർ കൊടുത്തിരിക്കുന്ന 1/24 എന്ന് പറയുന്നത് ടേപ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അസംബ്ലി ടൈറ്റ് ആവും. നമ്മൾ ബോട്ടത്തിൽ നിന്നാണ് ഹാമർ ചെയ്യുന്നതെങ്കിൽ ഇത് ഡിസസംബ്ലി ആവും. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്ന മൈൽഡ് സ്റ്റീൽ മെറ്റീരിയലാണ്, MS ആണ് നമ്മൾ ഇവിടെ അസംബ്ലി ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഉള്ള ടോപ്പ് ഹാഫ് സെക്ഷണൽ എലിവേഷനും വ്യൂവും പിന്നെ എന്താ ഉള്ളത് പ്ലാൻ വ്യൂയുടെ ബോട്ടം ഹാഫ് സെക്ഷനാണ് പറയുന്നത്. ഈ ടോപ്പ് ഹാഫ് ബോട്ടം ഹാഫ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സെൻട്രൽ ലൈൻ, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ സെൻട്രൽ ലൈൻ ഉണ്ടല്ലോ. അപ്പോൾ ആ ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ടോപ്പ് ഹാഫ് അല്ലെങ്കിൽ ബോട്ടം ഹാഫ് എന്ന് പറയുന്നത്. ആ ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈനിനെ മേലിലേക്കുള്ളതാണെങ്കിൽ അത് ടോപ്പ് ഹാഫും, ഹൊറിസോണ്ടൽ ലൈനിൽ താഴേക്കാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അതിനെ ബോട്ടം ഹാഫ് സെക്ഷനിൽ എന്ന് പറയും. ഇത് താഴെ കാണിച്ചിരിക്കുന്ന അതിന്റെ ആൻസർ ആണ്. അപ്പോൾ ഈ സെൻട്രൽ ലൈനിന് മേലിലേക്കുള്ള പോർഷൻ ഇവിടെ ഹാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ടോപ്പ് ഹാഫ് സെക്ഷന്റെ എലിവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈനിന് ബോട്ടം പോർഷൻ ഹാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബോട്ടം ഹാഫ് സെക്ഷന്റെ പ്ലാൻ എന്ന് പറയുന്നത്. ഇത് വരയ്ക്കാൻ വേണ്ടി ആദ്യം ഹൊറിസോണ്ടലും വെർട്ടിക്കലും സെൻട്രൽ ലൈൻ വരിക. ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈനാണ്. ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ചെയിൻ ഡോട്ടഡ് സെൻട്രൽ ലൈൻ വരയ്ക്കണം, ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈൻ വരയ്ക്കണം, അതോടൊപ്പം ഈ പോയിന്റിൽ നിന്ന് ഒരു വെർട്ടിക്കൽ സെൻട്രൽ ലൈനും വരയ്ക്കണം. ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈനും വെർട്ടിക്കൽ സെൻട്രൽ ലൈനും വരച്ചിട്ട് മാത്രമേ നമ്മൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം ഒരു ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള ചെയിൻ ഡോട്ടഡ് സെൻട്രൽ ലൈൻ വരയ്ക്കുക.
ഇനി നമ്മൾ നോക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട്, ഇവിടെ ഏതൊക്കെ ഐറ്റംസ് കാണുന്നുണ്ട്, അതാണ് വരയ്ക്കാൻ പോകുന്നത്. ഒരു അസംബ്ലി ആയിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു റോഡ് എൻഡ് ഉണ്ട്, അകത്തിരിക്കുന്ന 2 പീസാണ് ഈ റോഡ് എൻഡ് എന്ന് പറയുന്നത്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് റോഡ് എൻഡ്. ഈ റോഡ് എൻഡ് ഇത്രയും പോർഷൻ ഇതുവരെ ഉണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ ഒരു റോഡ് എൻഡ് ഉണ്ട്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ ഉണ്ട്. അപ്പോൾ ഈ 2 റോഡ് എൻഡ് നമ്മൾ ആദ്യം വരയ്ക്കുക. അപ്പോൾ അതിന് റോഡ് എൻഡ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ നോക്കണം. ഇതിൻ്റെ ഷാഫ്റ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 524 ആണ്. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 24 ആണ്. അത് കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്ക് അത് ഡയമീറ്റർ ഇൻക്രീസ് ആവും, ഡയമീറ്റർ 30 ആവും. അപ്പോൾ ആ 30 ആണ് റോഡ് എൻഡ്. ആക്ച്വലി ആ 30 ഡയമീറ്റർ ഉള്ള പോർഷനാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെയും അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 30 തന്നെ ആയിരിക്കും. ഇവിടെ വരുമ്പോഴത്തേക്ക് 24 ആവും. ആക്ച്വലി ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ 24 ആണ്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഈ 2 ഷാഫ്റ്റും എക്സ്റ്റെൻഡ് ചെയ്ത് 2 ഡയറക്ഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഷാഫ്റ്റ് എൻഡിനെയാണ് നമ്മൾ 2 ഷാഫ്റ്റിൻ്റെയും എൻഡിനെയാണ് നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എൻഡ് പോർഷനിൽ വരുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യും, ഡയമീറ്റർ 30 ആവും. അപ്പോൾ ആ 30 ഉള്ള ലെങ്ത് എന്ന് പറയുന്നത് ആ 30 ഡയമീറ്ററിൻ്റെ ലെങ്ത് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ സെൻറ്ററായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ഈ ഫിഗറിനകത്ത് തന്നിട്ടുണ്ട്. അത് 96 ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 96 ആണ്. ഈ സെൻട്രൽ പോയിന്റ് മുതൽ ഡയമീറ്റർ 30 ആയിട്ടുള്ള എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 96 ആണ്. സെയിം അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും അത് 96 ആണ്. ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് 96 ആണ് ലെങ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സെൻട്രൽ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് മേളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഡയമീറ്റർ ടോട്ടൽ 30 ആണ്. അപ്പോൾ മേളിലേക്ക് 15 ഉണ്ടാവും, അതുപോലെ താഴേക്ക് 15 ഉണ്ടാവും. ഈ 2 പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുക, മാർക്ക് ചെയ്യുക. നമ്മൾ വെർട്ടിക്കൽ സെൻട്രൽ ലൈനിലാണ് ഈ മാർക്ക് ചെയ്യുന്ന പോയിന്റ്. 15 ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ 15 മാർക്ക് ചെയ്തു. എന്നിട്ട് ഇത് റൈറ്റ് സൈഡിലേക്ക് ലൈൻ വരയ്ക്കണം. ഈ 15ന്റെ ലൈൻ റൈറ്റ് സൈഡിലേക്ക് എത്ര ഡിസ്റ്റൻസ് വേണം? 96. അതാണ് ഈ പോയിന്റ്. അതുപോലെ ഇവിടെ നിന്നും റൈറ്റ് സൈഡിലേക്ക് 96 വരയ്ക്കുക. അപ്പോൾ ഈ പോയിന്റ് കിട്ടും. എന്നിട്ട് ഇത് മുകളിലേക്ക് കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ ഇതും താഴേക്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ആ റൈറ്റ് സൈഡിൽ റോഡ് എൻഡ് ആയി. ഇനി ഇവിടെ നിന്ന് ഈ ഡയമീറ്റർ കുറയുന്ന ആ 24ന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അത് എത്ര ലെങ്ത് പോകണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എടുക്കാം, എത്ര ലെങ്ത് വേണമെങ്കിലും പോകാം. അപ്പോൾ അത് ഇത് 24 ആണ്, ഡയമീറ്റർ 24. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് 12, താഴേക്ക് 12. അത് ലെങ്ത് നമുക്ക് ഡിസൈഡ് ചെയ്യാം, നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് കട്ട് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് എത്ര വേണമെങ്കിലും പോകാം, നമ്മുടെ അപ്രോപ്രിയേറ്റ് നമ്മൾ എടുത്താൽ മതി. അതുപോലെ ലെഫ്റ്റ് സൈഡിലും സെയിം, ഇവിടെ നിന്ന് താഴേക്ക് 15, ഈ പോയിന്റ് സെൻറ്റർ പോയിന്റ് മുകളിലേക്ക് 15, ഇത് ലെഫ്റ്റിലേക്ക് 96, അതുപോലെ ഈ ബോട്ടത്തിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 96. ഇത് കംപ്ലീറ്റ് ചെയ്യുക, ബോക്സ് റെക്ടാങ്കിൾ ബോക്സ് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ലെഫ്റ്റിലേക്ക് ഈ കാണിച്ചിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 12 mm താഴേക്കും മുകളിലേക്ക് 12 mm. ഈ എക്സ്റ്റൻഷൻ നമുക്ക് ഡിസൈഡ് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള ഡിസ്റ്റൻസ് കൊടുത്താൽ മതി. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് L1, L3, B, C, T എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഡിസൈൻ കൺസിഡറേഷന് വേണ്ടിയിട്ടാണ് ഈ വാല്യൂസ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഈ ഡിപ്ലോമ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ വാല്യൂസ് എത്രയാണോ ആ വാല്യൂസും കൊടുത്താൽ മതി. ബിടെക്കിനാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ബിടെക്കിൻ്റെ കേസിൽ ഒരു വാല്യൂ മാത്രമേ D മാത്രമേ തരത്തുള്ളൂ, 24ന്റെ വാല്യൂ മാത്രമേ തരത്തുള്ളൂ. ആ വാല്യൂ നമ്മൾ അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഈ വാല്യൂ എല്ലാം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഡയമെൻഷൻ നേരിട്ടെടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഈ ഡയമെൻഷൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയമെൻഷൻ തന്നെ ഇവിടെ നമ്മൾ ഡയമെൻഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് പോർഷൻ റോഡ് എൻഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി പുറത്ത് വരുന്ന സ്ലീവാണ്. സ്ലീവിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 60 ആണ്. ഡയമീറ്റർ 60 ആണ് പുറത്ത് ഡയമീറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ലെങ്ത് നമുക്കിവിടെ നോക്കാം. ലെങ്ത് എത്രയാണ് കാണിച്ചിരിക്കുന്നത്? സ്ലീവിൻ്റെ ലെങ്ത് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെൻട്രൽ ലൈൻ, എല്ലാ ഡയമെൻഷനും നമ്മൾ സെൻട്രൽ ലൈനിൽ നിന്ന് വേണം എടുക്കാൻ, അല്ലെങ്കിൽ അത് മാറിപ്പോകും. ഇവിടെ ലെഫ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 30, പിന്നെ ഒരു 3 ഉണ്ട്. 3 തുടങ്ങുന്നതിന് മുന്നേ, ക്ലിയറൻസിന് മുന്നേ തന്നെ അഗെയിൻ ഇവിടെ ഒരു 30 വരും. അപ്പോൾ 30, അപ്പോൾ എത്രയായി? 90. അപ്പോൾ ആ 90 ആണ് ഇതിൻ്റെ സെൻട്രൽ ലൈനിൽ നിന്ന് സ്ലീവിൻ്റെ ലെഫ്റ്റിലേക്കുള്ള ലെങ്ത്. റൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 30 ഉണ്ട്, ഇവിടെ അഗെയിൻ 30 ഉണ്ട്. 3 ക്ലിയറൻസ്, അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അഗെയിൻ ഇവിടെ 30 ഉണ്ട്. അപ്പോൾ സെയിം തന്നെയാണ്. അപ്പോൾ എത്ര വരും? 90. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് ടോട്ടൽ ലെഫ്റ്റിലേക്ക് 90, റൈറ്റിലേക്ക് 90. ഇനി അതിൻ്റെ ഡയമീറ്റർ എത്രയാണ്?
ഡയമീറ്റർ 60 ആണ്. അപ്പോൾ നമ്മൾ സെൻട്രൽ ലൈനിൽ നിന്ന് അത് മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് മുകളിലേക്ക് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 അല്ലേ. മൊത്തം 60 ആണെങ്കിൽ, ഡയമീറ്റർ 60 ആണെങ്കിൽ ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30, അതുപോലെ ഈ സെൻട്രൽ പോയിന്റിൽ താഴേക്ക് 30. ഇനി ഈ ലെങ്ത് റൈറ്റിലേക്ക് 90 അല്ലേ. അതുപോലെ ഈ മുകളിൽ നമ്മളോട് മാർക്ക് ചെയ്തിരിക്കുന്ന റൈറ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 90. ഇത് നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പോഴത്തേക്ക് അത് നമ്മുടെ സ്ലീവ് ആവും. അതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ ഇവിടെ ലെഫ്റ്റിലേക്കും. ഇവിടെ ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് താഴേക്ക് 30 നമ്മൾ ആൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ 30 കിട്ടും. അത് ലെഫ്റ്റിലേക്ക് 90 ലെങ്ത് മാർക്ക് ചെയ്യുക. അതുപോലെ ഈ പോയിന്റിൽ നിന്ന് 90 ലെങ്ത് മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിയും. ഇപ്പോഴത്തേക്ക് നമ്മൾ സ്ലീവും വരച്ചു കഴിഞ്ഞു. ഇനി വരയ്ക്കാനുള്ളത് ക്വാർട്ടറാണ്. 2 ക്വാർട്ടർ മാത്രമേ വരയ്ക്കാനുള്ളൂ. ഇപ്പോൾ ക്വാർട്ടർ വരയ്ക്കുമ്പോൾ ക്വാർട്ടറും അതുപോലെ തന്നെ സെൻറ്റർ പോയിന്റിൽ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. സെൻറ്ററിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് 30, ലെഫ്റ്റ് സൈഡിലേക്ക് 30. അപ്പോൾ ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് 30, അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് 30. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 30 പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടേപ്പറാണ്. അപ്പോൾ ടേപ്പർ വരയ്ക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം, ഇവിടെയും ഇൻസൈഡിലാണ് ടേപ്പർ, രണ്ടും ഇൻസൈഡിലായിരിക്കും ടേപ്പർ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് ഈ പോയിന്റ് 30 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് പോയിന്റും 30 തന്നെയാണ്. അത് ആദ്യം വരയ്ക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്ന് സെൻറ്റർ പോയിന്റിൽ നിന്ന് റൈറ്റിലേക്ക് 30 മാർക്ക് ചെയ്ത് എഗെയിൻ 30 മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് 30 അല്ലേ. 30 മാർക്ക് ചെയ്തിട്ട് അതിന് മേളിലേക്ക് അതിൻ്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കുക. മേളിലേക്ക് വരയ്ക്കുക, താഴേക്കും വരയ്ക്കുക. അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 96 ആണ്. അപ്പോൾ 96ൻ്റെ ഹാഫ് എടുത്തിട്ട് ഇത്രയാണ് 48 മുകളിലേക്ക് വരയ്ക്കുക, താഴേക്ക് 48 വരയ്ക്കുക. അപ്പോഴത്തേക്കും ആ ലെങ്ത് ഫുള്ള് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലും ലെഫ്റ്റിലേക്ക് ഇവിടെ നമ്മൾ 30 മാർക്ക് ചെയ്തു, എഗെയിൻ ഇവിടെ നമ്മൾ 30 മാർക്ക് ചെയ്തു, ഇവിടെ നിന്ന് 48 മുകളിലേക്ക് 48 താഴേക്ക്. ഇനി നമ്മളിവിടെ ടേപ്പർ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ 30 നമ്മൾ ആൾറെഡി ഈ പോയിന്റ് മുതൽ ഇത് മുതൽ എത്രയാണ് 30 ആണ് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. 30 മാർക്ക് ചെയ്തിട്ട് ടേപ്പർ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ടേപ്പർ 1/24 ആണ് നമ്മുടെ ടേപ്പർ. 1/24 എന്ന് പറയുന്നത് ഈ വിഡ്ത്ത് ഈ പോയിന്റിൽ 30 ആണ്. മുകളിലേക്ക് പോകുമ്പോൾ 30 ഓരോ 24 mm മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും 1 mm കൂടും. അതെന്ന് പറഞ്ഞാൽ വിഡ്ത്ത് 1 mm കൂടും. ലെങ്ത് ഓരോ 24 മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 mm കൂടും. താഴേക്ക് വരുമ്പോഴത്തേക്ക് 1 mm കുറയും ഓരോ 24 ലെങ്തിലും. നമ്മളിവിടെ നിന്ന് 48 ആണ് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ആദ്യത്തെ 24-ൽ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 30 ആയിരുന്നു സെൻറ്റർ പോയിന്റിൽ. അടുത്ത മുകളിലേക്ക് 24 പോകുമ്പോഴത്തേക്ക് അത് 31 ആവും. അപ്പോൾ ഈ പോയിന്റ് മുതൽ ഇതുവരെ ഉള്ളത് 31 ആയിരിക്കും. എഗെയിൻ അടുത്ത 24 മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് എത്രയാവും 32 ആവും. ഈ സെൻറ്റർ പോയിന്റിൽ അത് യഥാർത്ഥത്തിൽ 30 ആണ്. അപ്പോൾ ടേപ്പർ മുകളിലേക്ക് പോകുമ്പോൾ അത് ടേപ്പർ കൂടി വരും. അപ്പോൾ ഈ പോയിന്റിലേക്ക് വരുമ്പോഴത്തേക്ക് 32 ആവും. അതുപോലെ റിവേഴ്സ് ഡയറക്ഷനിൽ ഇവിടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഒരു 24-ൽ അത് 29 ആവും. അടുത്ത 24 ലെങ്ത്തിൽ അത് എത്ര ആവും 28 ആവും. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ 28-ഉം ഈ പോയിന്റ് മുതൽ ഇതുവരെ എന്ന് പറയുന്നത് 32 ആയിരിക്കും. അതുപോലെ ആ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും. ഈ പോയിന്റ് മുതൽ ഒരു 24 ലെങ്ത്തിൽ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വിഡ്ത്ത് എന്ന് പറയുന്നത് എത്ര ആവും ഇവിടെ 30 ആണ്. അടുത്ത 24-ൽ അത് 31 ആവും. അടുത്ത 24-ൽ അത് 32 ആവും. ഡൗൺവേർഡ്സ് വരുമ്പോഴത്തേക്ക് ഒരു 24-ൽ അത് 29 ആവും. അടുത്ത 24-ൽ അത് 28 ആവും. എന്നിട്ട് അപ്പോൾ ഈ പോയിന്റ് കിട്ടും. ആ പോയിന്റും ഇവിടുത്തെ 32-ഉം ഇവിടുത്തെ 28-ഉം തമ്മിൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മൾ ടേപ്പർ കിട്ടും. ഇനി നമുക്ക് ഇവിടെ ഉള്ളത് ക്ലിയറൻസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ലീവിൻ്റെ ഇന്നർ സൈഡിൽ ക്ലിയറൻസ് ഉണ്ട്. അതവിടെ പറഞ്ഞിട്ടുണ്ട് 3 mm ക്ലിയറൻസ്, ഇന്നർ സൈഡിൽ 3 mm ക്ലിയറൻസ് ഉണ്ട്. ആ കാണിച്ചിരിക്കുന്നതാണ് ഈ ക്ലിയറൻസ്. ക്ലിയറൻസ് കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് ഫിഗർ കംപ്ലീറ്റ് ആകും. ഇപ്പോൾ സ്ലീവിൻ്റെ ആണെങ്കിൽ ഇൻസൈഡിലും റോഡ് എൻഡ് ആണെങ്കിൽ ഔട്ട് സൈഡിലും ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് റോഡ് എൻഡാണ് നമ്മൾ ആദ്യം വരച്ചത്. ആ റോഡ് എൻഡിൻ്റെ ഔട്ട് സൈഡിൽ ക്ലിയറൻസ് കാണും 3 mm. ഇവിടെയുമുണ്ട് 3 mm ക്ലിയറൻസ് ഉണ്ട്. അതുപോലെ സ്ലീവ് ആണെങ്കിൽ ഇൻസൈഡിലാണ് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത്.
3mm തന്നെയാണ്. അത് കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ക്ലിയറൻസ് എന്ന് പറയുന്നത് 3mm ആണ്. ഇനി നമ്മൾ ആദ്യം വരച്ചപ്പോഴത്തേക്ക് സ്ലീവും കോട്ടറും എല്ലാം നമ്മൾ സ്ട്രെയിറ്റ് ലൈനാണ് വരച്ചത്. ഈ കോട്ടറിനകത്ത് ഏതെങ്കിലും ലൈൻ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ക്രോസ് ചെയ്യും, സ്ലീവിന്റെ ലൈൻ ക്രോസ് ചെയ്യും, അതുപോലെ റോഡ് എൻഡിന്റെ ലൈൻ ക്രോസ് ചെയ്യും. അത് മായ്ച്ചു കളയണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്ഷൻ എടുക്കുന്നതുകൊണ്ട് അത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അത് മായ്ച്ചു കളയണം. അതിന്റെ പുറകിലൂടെ വരുന്ന രീതിയിൽ അപ്പോൾ അത് മായ്ച്ചു കളയണം. ഇവിടെ ആണെങ്കിൽ അത് ഡോട്ടർ ലൈൻ ആക്കുകയും വേണം. ഇവിടെ നമുക്ക് റോഡ് എൻഡിന്റെ ലൈൻസ് നമുക്ക് കാണാൻ പറ്റത്തില്ല, അതുപോലെ ഈ ക്ലിയറൻസും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുക, ഡോട്ടർ ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ആക്ച്വലി നമ്മൾ സെക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ക്ലിയറൻസ് എന്ന് പറയുന്നത് 3mm ആണ്. ഇനി ഹാച്ചിങ് നോക്കിക്കഴിഞ്ഞാൽ സ്ലീവിന്റെ ഒരു പാറ്റേണിലാണ് ഹാച്ചിങ് കൊടുക്കേണ്ടത്. റോഡ് എൻഡും രണ്ട് പീസാണ്, 2 ഐറ്റംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ വേണം ഹാച്ചിങ് കൊടുക്കേണ്ടത്. ഇപ്പോൾ 45 ഡിഗ്രിയിലുള്ള ഹാച്ചിങ് ലൈൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. മെറ്റീരിയൽ ഓരോന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാച്ചിങ് കൊടുത്തിരിക്കാം. ഇത് തിക്നെസ് ആണ്. നമ്മൾ സൈഡ് വ്യൂ കൊടുക്കാത്തത് കൊണ്ട് കോട്ടറിന്റെ തിക്നെസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, 8mm എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തിക്നെസ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ആരോ വരച്ച് എഴുതിയാലും മതി. തിക്നെസ്, കോട്ടർ തിക്നെസ് എന്ന് പറയുന്നത് 8mm എന്ന് പറയുന്നത്. ഇനി പ്ലാൻ വ്യൂ പോകുമ്പോഴത്തേക്ക് സെൻട്രൽ ലൈനിൽ ബോട്ടം സെക്ഷനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹാച്ച് ചെയ്യേണ്ടത്. അത് സെയിം മെത്തേഡ് തന്നെയാണ്. ഡയമെൻഷൻ എല്ലാം സെയിം ഇത് തന്നെയാണ്. ഡയമീറ്റർ 30 സെൻട്രൽ ലൈനിൽ നിന്ന് 30 മുകളിലേക്ക് എടുത്ത് വരച്ച് കഴിയുമ്പോഴത്തേക്ക് സ്ലീവ് ആവും. അതിന് ലെങ്ത് അറിയാം, 90 ആണ്. സെൻട്രൽ ലൈനിൽ നിന്ന് റൈറ്റിലോട്ട് 90, ലെഫ്റ്റിലേക്ക് 90. സെൻട്രൽ ലൈനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 90, റൈറ്റിലേക്ക് 90. അതാണ് സ്ലീവിന്റെ ഒരു റെക്ടാങ്കിൾ കിട്ടും പുറത്തത്. ഇൻസൈഡിലുള്ളത് റോഡ് എൻഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സെൻട്രൽ ലൈനിൽ നിന്ന് 96 ആണ്. അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, 30 ആണ്. ഇപ്പോൾ സെൻട്രൽ പോയിന്റിൽ നിന്ന് 15. അപ്പോൾ ഇത് റെക്ടാങ്കിൾ കിട്ടും. ഇനിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന വ്യൂ ഇതെന്ന് പറയുന്നത് നമ്മൾ സെക്ഷൻ എടുത്ത് കഴിയുമ്പോൾ മേളിൽ നോക്കുന്നതാണ്. ഇത് ഒരു എന്താണ്, ആർക്ക് അല്ലെങ്കിൽ റേഡിയസ്ഡ് എഡ്ജാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ടേപ്പേഡ് അല്ലെങ്കിൽ ഷാർപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ അസംബ്ലി നമ്മൾ ഡിസംബ്ലി ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് കൈക്കൊക്കെ ഡാമേജ് പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുക, ഒരു ടേപ്പേഡ് അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെയും അത് നോക്കിക്കഴിഞ്ഞാൽ ആർക്ക് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മളെ ഇഷ്ടത്തിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡയമെൻഷൻ ചെയ്ത് വരച്ചാൽ മതി ആർക്ക്. അതിനകത്ത് നമുക്ക് ടെക്നിക്കൽ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അതുപോലെ ഇവിടെ ഇനി നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന വ്യൂ, ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ക്ലിയറൻസ് ആണ് 3mm. ഇവിടുത്തെ ക്ലിയറൻസ് ആണ് നമ്മൾ ഈ വെളിയിൽ നോക്കുമ്പോൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ ക്ലിയറൻസ് ആണ് ഈ 3mm കാണുന്നത്. ഇവിടെ ലെങ്ത് കുറയുന്നത് എന്തുകൊണ്ടാണ്, ഈ ടേപ്പേഡ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് എത്രയേ ഉള്ളൂ, ഈ പോയിന്റ് മുതൽ ഇതുവരെ നമ്മളിവിടെ പ്രൊജക്ട് ചെയ്താലും മതി. ഈ ലൈൻ താഴോട്ട് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയമെൻഷൻ നമുക്ക് കിട്ടും. ക്ലിയറൻസ് കൊടുക്കുക. ഒരു ഡയറക്ഷനിൽ ടേപ്പർ ആയതുകൊണ്ടാണ് ഇവിടെ ലെങ്ത് സെക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ കുറവായിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ കുറവായിരിക്കും. ഈ ലൈനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ പോയിന്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രൊജക്ട് ചെയ്താലും നമുക്കത് കിട്ടും. മേളിലത്തെ ലൈൻ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ലൈൻ പ്രൊജക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഡയമെൻഷൻ ചെയ്യുക, ഐറ്റം ലിസ്റ്റിന്റെ ബ്ലോക്ക് വരയ്ക്കുക. അപ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ആവും. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിന്റ് ആണ്. ഇതൊരു ഡിറ്റാച്ചബിൾ ടൈപ്പ് ഓഫ് ജോയിന്റ് ആണ്.